ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം 3-ാം വചനം ഇപ്രകാരം പറയുന്നുണ്ട്: നീ എൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ കേട്ടുകഴിഞ്ഞെന്ന്. ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ്. നമുക്ക് കർത്താവ് നൽകുന്ന വലിയൊരു ധൈര്യമാണിത്. ഈ ഒരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നില്ല, പ്രാർത്ഥനയിൽ നമുക്ക് വിരസത തോന്നുകയില്ല. പലപ്പോഴും പ്രാർത്ഥിച്ചു കുറച്ചു കഴിയുമ്പോൾ വിരസമാകുന്ന മനസ്സുകളെയും ഹൃദയങ്ങളെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുന്നത്. എന്നാൽ ഇന്ന് വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യൂപ്രാസ്യമ്മ തൻ്റെ മുൻപിൽ പ്രാർത്ഥന ചോദിച്ചു വന്ന എല്ലാവരോടും പറഞ്ഞു വെച്ചു, ഞാൻ പ്രാർത്ഥിക്കാം, മരിച്ചാലും മറക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ മരണത്തോളം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിശുദ്ധിയാണ് യൂപ്രാസ്യമ്മ. അപ്പോൾ ഇന്ന് സ്വർഗത്തിൻ്റെ മുൻപിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ പുണ്യവതിയുടെ ജീവിത വിശുദ്ധിയിൽ നമ്മൾ ആഴപ്പെട്ട് മധ്യസ്ഥം ചോദിക്കുമ്പോൾ നമ്മളോട് വലിയ വിശുദ്ധ പറയുന്നൊരു കാര്യമുണ്ട്: നീ പ്രാർത്ഥിക്കുന്നതെല്ലാം നിന്റെ ദൈവം കേൾക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിന്നെ കേൾക്കാനിരിക്കുന്നവൻ, നിന്നെ കേട്ടിരിക്കുന്നവൻ, കേട്ടുകൊണ്ടിരിക്കുന്നവൻ, ആ ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കാം. കർത്താവെ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ, എല്ലാം കേട്ടവൻ്റെ മുൻപിൽ, കേൾക്കാനിരിക്കുന്നതിൻ്റെ മുൻപിൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കെല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധ്യാനത്തിൽ